കുറ്റിപ്പുറത്ത് ആ ബസ് അപകടം നടന്ന അതേ സ്ഥലത്ത് മുൻപും വാഹനങ്ങൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാരും ആ പരിസര പ്രദേശത്തെ ആളുകളും പറയുന്ന സാഹചര്യമുണ്ടായി. എനിക്ക് പുറകിൽ കാണുന്ന ഈ കാറ് സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം അവിടെ ഒരു അപകടത്തിൽപ്പെട്ട വാഹനമാണ്. അതിൽ പരിക്കേറ്റ ആളുകൾ ചികിത്സ തേടി. പിന്നീട് ഈ കാർ അവിടെ തന്നെ കിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ അപകടം നടക്കുന്ന സമയത്തും ഈ കാറ് അവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഥലം ശരിക്കും എപ്പോഴും അപകടം നടക്കുന്ന സ്ഥലമാണല്ലേ? ഈ സ്ഥലം ഈ ഹൈവേ പണി കഴിഞ്ഞ ശേഷം 10-11 അപകടമായി ഈ സെയിം സ്ഥലത്ത് തന്നെ നടക്കുന്നു. ഇത് ആർക്ക് വന്ന് നോക്കിയാലും മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ പണിത ആളുകളെടുത്ത് സംഭവിച്ച മിസ്റ്റേക്കാണ്. കാരണം ഇത് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് പഴയ പാലാണ്. ഏകദേശം ഒരു 30 വർഷം മുന്നേ നമ്മളെ റെയിൽവേൻ്റെ മേലെ കൂടെ കൊണ്ടുപോയ പാലാണ് ഒരു സൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. 6 വരി വന്ന് പിന്നീട് 4 വരി ആയിട്ട് ചുരുങ്ങി. അത് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ 3 വരി വന്നിട്ട് ഇവിടെ പെട്ടെന്ന് എത്തുമ്പോൾ 2 വരിയാകും. ആർക്കും നല്ല സ്പീഡിൽ വരുന്ന റോഡല്ലേ, ആർക്കും അവിടെ എത്തുമ്പോൾ കൺഫ്യൂഷൻ ആവുകയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. ഈ അപകടം ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഇത് ഒരു 10-11 ആയി. ഇപ്പം ഈ മഴക്കാലം വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിൽ മാത്രം ഇത് സംഭവിച്ചാൽ ഇതിപ്പോൾ വേറെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇത് ട്രാക്ക് വലുതാക്കുക. വേറെ ഒരു രക്ഷയില്ല. നമ്മുടെ ഒരു അറിവിൽ, നമ്മുടെ ഒരു എൻജിനീയറൊന്നും അല്ലല്ലോ, പക്ഷെ നമ്മുടെ ഒരു സാധാ ഒരു അറിവിൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇത് ട്രാക്ക് വലുതാക്കുക അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. അവിടുന്ന് ഒരു ഇറക്കണത്, അവിടുന്ന് ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ നോർമലി എല്ലാ വാഹനങ്ങളും നല്ല സ്പീഡിൽ വരുന്നുണ്ടാവുക. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എങ്ങനെ കാണുള്ളൂ? റോഡ് അനുമതി ഇപ്പോൾ ഈ ബസ്സിൻ്റെ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, അയാൾ ഓവർ സ്പീഡൊന്നുമല്ല, റോഡിന് അനുവദീയമായ സ്പീഡിലാണ് അയാൾ വരുന്നത്. ഇത് ഹൈവേനെ വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഒരു 200 മീറ്ററോളം അയാൾ ബ്രേക്ക് ചെയ്തിട്ട് സ്ലിപ്പായിട്ട് വന്നിട്ടാണ് വണ്ടി പറയുന്നത്. തന്നെയാണ്. പിന്നെ ഈ ഭാഗത്ത് ഇതിനു മുമ്പ് ഒരുപാട് ചെയിനായിട്ട് അപകടങ്ങൾ നടക്കുന്നത് പതിവാണ്. അതെ, സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയിനായിട്ടുള്ള അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഇതിന് മുന്നേയും 2-3 വട്ടം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് വട്ടപ്പാറടിയിൽ എന്തായിരുന്നോ അതേമാതിരിയാണ് ഇപ്പോൾ ഈ കുറ്റിപ്പുറം മേഖല. ഇത് കുറ്റിപ്പുറം ടൗൺ ആണ്. കാരണം ഇവിടെ റോഡ് എടുക്കുകയല്ലേ വേണ്ടത്, ഇവിടെ സൗകര്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ, കാടാമ്പുഴ, തിരുനവായ, പുത്തമ്പള്ളി ഒരുപാട് തീർത്ഥാടന കേന്ദ്രം ബേസ് ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ ഒരുപാട് യാത്രക്കാർ വരണേ, എപ്പോഴും ബിസി ആയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കൂടുന്നിട്ട് ഇവർ റോഡ് എടുക്കുക ചെയ്തിരിക്കുന്നത്. അത് റെയിൽവേൻ്റെ മുകളിൽ പാലുണ്ടാക്കാനില്ലായിരിക്കുന്നതാണ് ഒരു ലുങ്കി ന്യൂസ്. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. കാരണം അപ്പുറത്ത് ആ പാലുണ്ടാക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നത്. ഇവിടെ 3 ട്രാക്ക് ആക്കല്ലാതെ ഇതിന് വേറൊരു പോം വഴിയില്ല. തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് ഒരു ടൂറിസ്റ്റ് ബസ്സും കൂടി ഇവിടെ അപകടത്തിൽ 1 മാസം 2 മാസം മുന്നേ ഇതുപോലെ തന്നെ കല്യാണ വണ്ടി അതേമാതിരി തന്നെ തല കീഴായിട്ട് തന്നെയാണ്. എന്തായാലും ഇതൊരു സ്ഥിരം അപകട മേഖലയാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തി അത് കൃത്യമായി ഉപയോഗിക്കണം. അതായത് ഘടന മാറ്റണമെങ്കിൽ അത്തരത്തിൽ മാറ്റിക്കൊണ്ട് തന്നെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണം എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന വാഹനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന അപകടമാണ്. നമ്മൾ ആ ബസ് അപകടപ്പെട്ട സമയത്തും ഈ വാഹനം അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും അധികാരികളോട് പറയാനുള്ളത് കൃത്യമായൊരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നിരവധി തവണ ഈ പരിസര പ്രദേശത്തുള്ള പൊതുപ്രവർത്തകർ ഉൾപ്പെടെ പരാതി നൽകിയതാണ്. അപ്പോഴും നടപടി ഉണ്ടായില്ല. ഇനിയെങ്കിലും കണ്ണു തുറന്ന് കണ്ട് കൃത്യമായി വേണ്ട നടപടികൾ സ്വീകരിക്കണം. ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണമെന്നുള്ളത് തന്നെയാണ് ആവശ്യം. ഷഫീഖ് അർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.